നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേശ് പയ്യന്നൂർ. ഇന്ന് ജീവിതരേഖയിൽ സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഷംസുദ്ദീൻ. ഗുഡ് മോർണിംഗ് രമേശ് ജി. ഇന്ന് മാർക്കറ്റ് ഉയർന്നിരിക്കുകയാണ്. 30,332 പോയിന്റാണ് ഇപ്പോൾ കാണുന്നത്. സെൻസെക്സ് 142 പോയിന്റ് ഉയർന്നിരിക്കുന്നു. NSE 9,445 44 പോയിന്റ് ഉയർന്നിരിക്കുകയാണ്. മാർക്കറ്റിൽ മൊത്തം ഒരു ഉണർവ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള സംഭവം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം FII എല്ലാം തന്നെ വളരെ കൂടുതൽ ഇന്ത്യയിൽ നിന്ന് വാരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാഴ്ച മാർക്കറ്റിൽ കാര്യമായിട്ട് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിനുള്ള താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് കാണുമ്പോൾ പെട്രോളിൻ്റെ പ്രൈസ് 47.51 താഴ്ന്നിരിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യം നമ്മൾ കാണുന്നു. അതേസമയം മറ്റൊരു ശുഭസൂചകമായ ഒരു സംഭവം കാണാൻ സാധിക്കുന്നത്, കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ, പ്രത്യേകിച്ചും ഡിസംബർ ജനുവരി മാസങ്ങളിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വളരെയധികം മോശപ്പെട്ടിരുന്നു. അതായത് സെയിൽസ് വളരെ കുറവായിരുന്നു. പക്ഷേ അത് വളരെയധികം മുകളിലേക്ക് പോയി. ഇപ്പോൾ 14.68 പോയിന്റ് ഉയർന്നിരിക്കുകയാണ്. 14.68% ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു സംഭവം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ 2 വീലേഴ്സ് സെയിൽ ചെയ്തിരുന്ന രാജ്യം ചൈനയായിരുന്നു. ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് 17.7 മില്യൺ 2 വീലേഴ്സാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ സെയിൽസ് നടന്നിട്ടുള്ളത്. അതേസമയത്ത് 16.8 മില്യൺ മാത്രമാണ് ചൈനയിൽ ഉണ്ടായിട്ടുള്ളൂ. അതേസമയം ചൈനയിലെ പോപ്പുലേഷൻ ഇന്ത്യയേക്കാൾ എത്രയോ കൂടുതലാണെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് വളരെ സന്തോഷകരമായൊരു സംഭവം മനസ്സിലാക്കാൻ സാധിച്ചത്, കഴിഞ്ഞ ദിവസം അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു എന്ന് പറയാറുള്ള വാറൻ ബഫേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഐ തിങ്ക് ദ പൊട്ടൻഷ്യൽ ഓഫ് ഇന്ത്യ ഈസ് ഇൻക്രെഡിബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയത്ത് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഹ്യൂജ് ഇനോർമസ് മാർക്കറ്റ് എന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കമ്പനി കാര്യമായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ആൾ അത്രമാത്രം താല്പര്യം ഇന്ത്യയിൽ കാണിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ എത്രമാത്രം താല്പര്യം കാണിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. മാത്രമല്ല ഇപ്പോൾ മറ്റൊരു അനൗൺസ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത്, ഈ വർഷം ആയിരിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഫുഡ് എസ്റ്റിമേറ്റഡ് ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാകാൻ പോകുന്നത് ഈ വർഷമായിരിക്കും എന്നാണ് പറയുന്നത്. 273 മെട്രിക് ടൺ ഫുഡ് ഗ്രെയിൻസ് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പ്രൊഡക്ഷനാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭക്ഷ്യവിപ്ലവം തന്നെ ഉണ്ടാവുകയാണ്. അതിന് പ്രധാന കാരണം അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ, രണ്ടാമത് ഗവൺമെൻറ് നൽകുന്ന വളരെയധികം ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ഒന്നിച്ചുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് കാണാം. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖ തുടരുന്നു. ജീവിതരേഖയിൽ നിന്ന് സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടർ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. നാട്ടിലൊരു ഭക്ഷ്യവിപ്ലവം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നെന്നാണ് താങ്കൾ പറഞ്ഞത്. അതെ. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്നാമത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില കുറയാനും സാധ്യതയുണ്ട്. അതേസമയത്ത് ഇതിനോടൊപ്പം ഗവൺമെൻറ് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം ലോകത്തിലെ ധാന്യങ്ങൾ, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്പർ 1, നമ്പർ 2 ലെവലിലുള്ള സ്ഥാനം നമുക്കുണ്ടെങ്കിലും ഈ വക ഉൽപ്പന്നങ്ങൾ നശിപ്പിക്കുന്നതിൽ നമുക്ക് ഏറ്റവും ഉന്നത സ്ഥാനമാണുള്ളത്. ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യമാണെന്ന് ദുഷ്ഖ്യാതി ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൽ മാറ്റം വരുത്തൽ വളരെ അത്യാവശ്യമാണ്. വളരെ കാര്യങ്ങളായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ധാരാളം നമ്മൾ നശിപ്പിച്ച് കളയാണ്. കാരണം ഇത് ഒരു ഭാഗത്ത് ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ക്ഷാമമുണ്ട്. അതിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ
പെരിഷായിട്ട് പോകുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം കേടുകൂടാതെ സൂക്ഷിക്കാനും ഒരു ഭാഗത്ത് നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് റെഫ്രിജറേറ്റഡ് സൗകര്യത്തോടുകൂടി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഇത് വർദ്ധിപ്പിക്കുന്നതിലും ഇതിനോടൊപ്പം വളരെ അത്യാവശ്യമാണ്. അതിനുള്ള ശ്രമം ഗവൺമെൻറ് നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം മറ്റൊരു കാര്യമുള്ളത്, ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുള്ള കാലഘട്ടങ്ങളാണ് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാവാത്തത്ര താല്പര്യമാണ് സാധാരണ ജനങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ കൊടുക്കുന്നത്. മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഒരു SIP മന്ത്രം ജപിച്ചുകൊണ്ടാണ് മനുഷ്യർ നടക്കുന്നത്. SIP ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിട്ട് വരികയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അന്തർദേശീയ നിലവാരത്തിൽ ഇന്ത്യ എത്തണമെങ്കിൽ എത്രയോ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം അമേരിക്കയിലൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പെർസെൻറ്റേജും ഇന്ത്യയിലെ പെർസെൻറ്റേജും നോക്കിക്കഴിഞ്ഞാൽ വളരെ അന്തരമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്ര വലിയ പരസ്യവും മറ്റും ഉണ്ടായിട്ട് പോലും ഏറ്റവും കൂടുതൽ നടക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടുമ്പോഴും മറ്റ് പല നാടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പിന്നണിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും ലോകം മുഴുവൻ താല്പര്യം കാണിക്കുന്ന ഇന്ത്യയെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരോടും നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കൽ അത്യാവശ്യമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാന കാര്യം, എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ആളുകൾ ഈ ചോദിക്കുന്നവർക്കെല്ലാം വോയിസ് മെസ്സേജായിട്ട് റിപ്ലൈ കൊടുക്കുന്ന പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല, വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആളുകൾ ചോദിക്കുന്നത് ശരിയ അടിസ്ഥാനത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇന്ത്യയിലുള്ള സാധ്യതകളെ സംബന്ധിച്ചാണ്. ഇന്ത്യയിൽ പരിപൂർണമായിട്ട് ശരിയ അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒന്ന് മ്യൂച്വൽ ഫണ്ട്, രണ്ടാമത് ഓഹരികളിൽ നിക്ഷേപിക്കാനുള്ള സൗകര്യം. രണ്ടും നമുക്ക് ഇന്ത്യയിലുണ്ട്. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ 2 മ്യൂച്വൽ ഫണ്ടുകളാണ് ഉള്ളത്, ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്. ഓഹരിയിലാണെങ്കിൽ പ്രത്യേകം ശരിയ ഇൻഡെക്സ് തന്നെയുണ്ട്. അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യമുള്ള ആളുകൾക്ക് സ്ട്രെയിറ്റ് അവേ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ടാറ്റ എത്തിക്കൽ ഫണ്ടിലും ടോറസ് എത്തിക്കൽ ഫണ്ടിലും ചേരാം. ഓഹരിയിൽ നിക്ഷേപിക്കണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഇൻഡെക്സിൽ വരുന്ന ഓഹരികളിൽ ഏറ്റവും അനുയോജ്യമായ കമ്പനി ഏതെന്ന് തിരിച്ചറിഞ്ഞ് നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് ശരിയ ഇൻഡെക്സ് അല്ലെങ്കിൽ ശരിയ മ്യൂച്വൽ ഫണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരം നിക്ഷേപിക്കാൻ അനുമതി നൽകിയിട്ടുള്ള മേഖലകളിൽ മാത്രമാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടും ടോറസ് എത്തിക്കൽ ഫണ്ടും നിക്ഷേപിക്കുന്നത്. അതിന് പലതരത്തിലുള്ള സ്ക്രീനിങ്ങും ഫിൽറ്ററിങ്ങും നടക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് നേരിട്ടറിയാവുന്ന ബാങ്കിങ്, ഫിനാൻസ് കമ്പനികൾ, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ, അതുപോലെ മനുഷ്യന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ, ടുബാക്കോ പോലുള്ളതും ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ, ഇങ്ങനെ എന്തൊക്കെ നിഷിദ്ധമാണോ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഹലാലല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പോർക്ക് പ്രോസസ്സിങ്, ഇങ്ങനെയുള്ളതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സ്വീകാര്യമായതിൽ മാത്രം നിക്ഷേപിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്. ഇത് അങ്ങനെ തന്നെ ആണ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താൻ ശരിയ അഡ്വൈസറി ബോർഡും ഇതിന് രണ്ടിനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെങ്കിൽ പാൻ കാർഡ് വേണം. പാൻ കാർഡ് ഇല്ലാത്തവർക്ക് പാൻ കാർഡ് പുതുതായിട്ട് എടുക്കണം. അത് എടുക്കണമെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് അഡ്രസ്സോട് കൂടിയത്, 2 ഫോട്ടോ, നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, നമ്മുടെ ID പ്രൂഫ്, അതായത് എമിറേറ്റ്സ് ID പോലുള്ളത്, അതിൻ്റെ എല്ലാം കോപ്പിയോടുകൂടി അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ പാൻ കാർഡ് എടുക്കാൻ സാധിക്കും. പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ പാൻ കാർഡും ആദ്യമായിട്ട് ചേരുന്ന ആളുകൾക്ക് പാൻ കാർഡ് വേണം, ചെക്ക് ലീഫ് വേണം, നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോ കോപ്പി വേണം, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും ആദ്യമായിട്ട് ചേരുമ്പോൾ ആവശ്യമാണ് അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഏതു സമയത്ത് വേണമെങ്കിലും ചെയ്യാം. 5000 റുപ്യ മുതൽ എത്ര വേണമെങ്കിലും ഒരു SIP എന്നുള്ള നിലയ്ക്ക് ചെയ്യണമെങ്കിൽ എല്ലാ മാസവും നിശ്ചയ സംഖ്യ വെച്ച് ചേരുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ലംസമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. SIP ആയിട്ട് ചെയ്യാൻ എപ്പോഴും സാധാരണ നമ്മൾ ഈ പ്രോഗ്രാമിലെല്ലാം ശ്രോതാക്കളെ നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം നമ്മൾ SIP ആയിട്ട് എല്ലാ മാസവും
ഒരു നിശ്ചിത സംഖ്യ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പറയുന്ന ദിവസം ഓട്ടോ ഡെബിറ്റായി നമ്മൾ പറയുന്ന മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നതിനെയാണ് SIP എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിവിടെ ജീവിക്കുന്ന, വിദേശത്ത് ജീവിക്കുന്ന കാലം മുഴുവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ എത്ര പണമാണോ ഉള്ളത്, നമ്മൾ അങ്ങനെ ചെയ്ത് ഒരു 10 വർഷം ചെയ്ത് ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ 25 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ആ വ്യക്തി നാട്ടിലേക്ക് ആ സമയത്ത് തിരിച്ചു പോവുകയാണെങ്കിൽ അതിൽ നിന്ന് 1% നമ്മുടെ ചെലവിനെടുക്കുകയാണെങ്കിൽ നമുക്ക് 25,000 റുപ്യ മന്തിലി കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. അത് പരിപൂർണമായും ടാക്സ് ഫ്രീ ആയിട്ടുള്ളതാണെന്നും നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അങ്ങനെയുള്ളതെല്ലാം നാട്ടിലേക്ക് തിരിച്ചു തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഇൻകം ടാക്സബിളാണ്. അതേസമയത്ത് മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള ഇൻകം നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ യാതൊരു ടാക്സും നൽകേണ്ടതില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മേഖലയാണ്. ഇതിൽ പുറമെ ഇപ്പം ഞാൻ പറഞ്ഞത് എത്തിക്കൽ ഫണ്ടിനെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാതെ തന്നെ ധാരാളം ഫണ്ടുകൾ പലതരത്തിൽ പരിപൂർണമായും ഓഹരിയിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകളുണ്ട്, ഓഹരിയിലും കടപത്രങ്ങളിലുമായി നിക്ഷേപിക്കുന്ന ഫണ്ടുകളുണ്ട്. അതിന് ബാലൻസ് ഫണ്ട് എന്ന് പറയും. അതിനും പുറമെ ഡെപ്റ്റിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫണ്ടുകളുണ്ട്. റിസ്ക് വളരെ കുറവാണ്. അതേസമയത്ത് അത് ഇൻട്രസ്റ്റ് മാത്രമാണ് അതിൽ നിന്നുള്ള ഇൻകം എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത ഫണ്ടുകൾ വ്യത്യസ്ത ലക്ഷ്യമുള്ളവർക്ക് അനുയോജ്യമായത് ഇന്ത്യയിൽ ലഭ്യമാണ്. ഇതിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ റെഗുലറായിട്ടുള്ളൊരു ഇൻകം ലഭിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഹരിയിൽ നിക്ഷേപിക്കുകയാണെങ്കിലും സൂക്ഷ്മതയോടുകൂടി നിക്ഷേപിക്കുകയും ദീർഘകാലം കാത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിഷ്പ്രയാസം അതുകൊണ്ടും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇന്ന് ധാരാളം പ്രചരണം ഉണ്ടായ ഒരു സംഭവമാണ്. ഏതാനും വർഷം മുമ്പ് ഒരു റോയൽ എൻഫീൽഡ് മോട്ടോർ ബൈക്ക് വാങ്ങുന്നതിന് പകരം അത് നിർമ്മിക്കുന്ന ഐഷർ മോട്ടോർ എന്ന കമ്പനിയുടെ ഷെയറാണ് വാങ്ങിച്ചിരുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ആ വില കൊണ്ട് ഒരു റോൾസ് റോയ്സ് മേടിക്കാൻ സാധിക്കും എന്നാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും വിലവർദ്ധനവ് ഉണ്ടായിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ദീർഘകാല ലക്ഷ്യത്തോടുകൂടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നിക്ഷേപം വളരെയധികം വളർന്നു വലുതായി നമുക്കതിൽ നിന്ന് ആദായം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതും ചെയ്യാവുന്നതാണ്. അതും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഏത് കമ്പനികളും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ അനുയോജ്യമായ സന്ദർഭത്തിൽ ഓഹരികൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ച് നേട്ടം കൊയ്യാം. അതല്ല ശരിയായ അടിസ്ഥാനത്തിലുള്ള കമ്പനികൾ വേണമെങ്കിൽ അതിൻ്റേതായ ഇൻഡെക്സ് തന്നെയുണ്ട്. അതിൽ വരുന്ന ഓഹരികൾ വാങ്ങിച്ചുകൊണ്ട് നിക്ഷേപം നടത്തി വെക്കുകയും അതിൽ നിന്ന് നേട്ടം കൊയ്യുകയും ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. NRIകളായിട്ടുള്ള ആൾക്കാർ അവരുടെ NRI അക്കൗണ്ടിൽ നിന്നാണ് ഈ നിക്ഷേപങ്ങൾ. അതെ, NRI അക്കൗണ്ടിൽ നിന്നോ ചിലർക്ക് NRO അക്കൗണ്ട് ഉണ്ടാവും. NRO അക്കൗണ്ടിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഓഹരി നിക്ഷേപിക്കുന്നതിലും ഇവർ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നത് എവിടുന്നാണ്. അപ്പോൾ ഇവിടുന്ന് ജോലി ഒരുപക്ഷെ വിരമിച്ച് പോവുകയോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഫണ്ട് ഇപ്പോൾ അക്കൗണ്ടൊക്കെ സ്വാഭാവികമായിട്ട് മാറേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഫണ്ട്? അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ 181 ദിവസത്തിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റസ് മാറുന്നു. നമ്മൾ റെസിഡൻ്റായി മാറുന്നു. റെസിഡൻ്റായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ NRI അക്കൗണ്ടും NRO അക്കൗണ്ടും റെസിഡൻ്റ് അക്കൗണ്ടാക്കി മാറ്റണം. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഓഹരിയിൽ നിക്ഷേപിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു റെസിഡൻറ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ NRI ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ഓഹരികൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് കണക്ഷൻ NRI അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് മാറി റെസിഡൻ്റ് അക്കൗണ്ടായിട്ടായിരിക്കും ബന്ധമുണ്ടാകുക. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് ചേർന്നവരും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എപ്പോഴും നാട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇവിടുന്ന് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പോകുന്ന സമയത്ത് അതിൻ്റെ കടലാസുകളെല്ലാം ശരിയാക്കിയിട്ടാണ് അവരെ നാട്ടിലേക്ക് അയക്കുക. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ റെസിഡൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പറയേണ്ടത് ഞങ്ങൾ റെസിഡൻ്റായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കൗണ്ട് NRI അക്കൗണ്ട് എന്നുള്ളത് റെസിഡൻ്റ് അക്കൗണ്ടായി മാറ്റണം എന്ന് പറഞ്ഞ് അതിൻ്റെ ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാറ്റം വരുത്താൻ സാധിക്കും. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല, നിഷ്പ്രയാസം അതിലേക്ക് ട്രാൻസ്ഫറായി പോകും. അങ്ങനെ രണ്ടും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇൻകം കിട്ടുന്നത് റെസിഡൻ്റ് ആയിട്ടാണ് നമ്മുടെ ഇൻകം എല്ലാം കിട്ടുക. റെസിഡൻ്റ് ആയാലും NRI ആയാലും ടാക്സേഷനെ സംബന്ധിച്ച് ഒരൊറ്റ നിയമമേ ഉള്ളൂ.
ഒരു വർഷത്തിൽ കൂടുതൽ ഓഹരികളായാലും മ്യൂച്വൽ ഫണ്ടായാലും നമ്മൾ നിക്ഷേപിച്ച് വെച്ചതിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റെഡീം ചെയ്യുന്നതെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ലാഭം എത്ര കോടി റുപ്യയാൽ പോലും ടാക്സ് നൽകേണ്ടതില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നമ്മൾ മറ്റ് നിക്ഷേപങ്ങൾക്ക് ടാക്സ് നൽകേണ്ടി വരുമ്പോൾ ഇതിന് പരിപൂർണമായിട്ടും ടാക്സ് ഫ്രീ ആണ്. ഇവിടുന്ന് പോകുന്ന ആളുകൾ പലപ്പോഴും വളരെയധികം ടാക്സ് കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ഉള്ള പണം മുഴുവൻ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് വെക്കും. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സബിളാണ്. അപ്പോൾ ആ ടാക്സ് നമുക്ക് ഒഴിവാക്കാനുള്ള അവസരമാണ്. മാത്രമല്ല ബാങ്കിൽ നിന്ന് 6% മാത്രം കിട്ടുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നത് വളരെ കൂടുതലാണ്. അതും കൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരക്ഷയിൽ ഇന്ന് സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിയിൽ ജിയോജി സെക്യൂരിറ്റീസിന്റെ ഡയറക്ടർ ശ്രീ കെ വി ഷംസുദ്ദീനാണ്. ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0439141163 0439141163 എന്ന നമ്പറിൽ വിളിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ബിജു പറയൂ. മുജീബ് പറയൂ. സാറേ, ഞാൻ എൽഡർ ഫോറമിന്റെ ഒരു ഓഹരി എടുത്തിരുന്നു. അതിന്റെ അത് ഇപ്പോൾ ഡീലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡീലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല. അത് പറയാൻ പറ്റില്ല. കാരണം പല ഡീലിസ്റ്റ് ചെയ്തതും പിന്നീട് ലിസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ചില കമ്പനികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അല്ലെങ്കിൽ സെബിക്ക് ഒക്കെ നൽകേണ്ട ചില പീരിയോഡിക്കൽ ഡോക്യുമെൻറ്റേഷനുണ്ട്. അത് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ പണിഷ്മെൻ്റായിട്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അത് സംഭവിക്കുമ്പോൾ നിക്ഷേപകർക്കും ബാധിക്കും. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ നിക്ഷേപകനും കമ്പനിയുടെ ഉടമസ്ഥനാണ്. ഒരു കമ്പനി ചെയ്യുന്ന തെറ്റിന് ഓരോ ഷെയർ ഹോൾഡറും ഉത്തരവാദിയാണ് എന്നാണ് അതിൻ്റെ വിവക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ സിബി ചെയർമാൻ വന്നിരുന്നു. ആ സമയത്ത് ഈ ഒരു പ്രശ്നം ഞാൻ ഉന്നയിക്കുകയുണ്ടായി. കാരണം പലപ്പോഴും ഇങ്ങനെ ഡയറക്ടർമാർ അല്ലെങ്കിൽ ഡയറക്ട് ബോർഡ് ചെയ്യുന്ന കുറ്റത്തിന് സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർ ഇരയാവുന്നു. അതുണ്ടാവരുത് എന്നുള്ള ഒരു നിർദ്ദേശം, അതിന് പകരം അവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേസമയത്ത് ഇന്ത്യയിലെ ഇന്നത്തെ നിയമത്തിൻ്റെ മുമ്പിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും സാധാരണക്കാരായ നിക്ഷേപകർക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീണ്ടും ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. നല്ല കമ്പനിയായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയിരിക്കും. ഞാൻ പറഞ്ഞിരുന്നുള്ള സത്യമാണ്. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കമ്പനി ഒരു കാലത്ത് ധാരാളം പൈസ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയാണ്. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്ന ആർക്കും അറിയുമായിരുന്നില്ല. സാറേ, പിന്നെ ഒരു സംശയം. എന്റെ പാൻ കാർഡിലെ എന്റെ പേര് മുജീബുർ റഹ്മാനാണ് എന്റെ പാസ്പോർട്ട് ഉള്ളത്. ഓക്കെ. പക്ഷെ പാൻ കാർഡിൽ മുജീബ് റഹ്മാനാണ്. അതിപ്പോ നമുക്ക് ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, ലിങ്ക് ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, മോസ്റ്റ് വെൽക്കം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ. സാറേ, ഷംസുദ്ദീൻ സാറിനോട് ചോദിക്കാനായിരുന്നു. ആരാണ്? എന്റെ പേര് സേവ്യർ, ദുബായിൽ നിന്നാണ്. എത്ര കാലമായി ദുബൈയിലായിട്ട്? ദുബായിൽ 10 വർഷമായി. എന്തായി, സമ്പാദ്യമൊക്കെ ആയോ? കുറച്ചൊക്കെ. വീട് വെച്ചോ? കാര്യം ചോദിക്കാനായിരുന്നു. വീട് വെച്ചോ? വീട് വെച്ചു. ഓക്കെ, നീ ചോദിച്ചോളൂ. അത് ഇപ്പൊ നമ്മൾ ഒരു വർഷം ഇപ്പൊ ഷെയർ ട്രാൻസാക്ഷൻ നടത്തണേല് ഇപ്പൊ ഒരു 5 ട്രാൻസാക്ഷനിൽ നമുക്ക് 1 lakh നഷ്ടം വന്നിരിക്കുക. ബാക്കി ഒരു 5 ട്രാൻസാക്ഷനിൽ നമുക്ക് 1 lakh ലാഭം കിട്ടി. അപ്പൊ ലാഭം കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ഓൾമോസ്റ്റ് 15% മറ്റേ അവർ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. ഓക്കെ. അപ്പൊ ഈ നഷ്ടം വന്ന ഒരു 1 lakh ഇല്ലേ, അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം. അതങ്ങനെ എല്ലാ വർഷവും എൻഡിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അതിപ്പോ ബ്രോക്കറോട് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോക്കർ കംപ്ലീറ്റ് ലിസ്റ്റ് തരും. നമ്മളെ കംപ്ലീറ്റ് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. ഇപ്പോൾ 31 മാർച്ച് വരെയുള്ളത് അയച്ചു തരാൻ പറഞ്ഞാൽ അവർ അയച്ചു തരും. അതിനുശേഷം അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കാണുക, അവര് അതിന്റെ കാര്യങ്ങൾ ചെയ്തു തരും.
ഓക്കെ സാർ. ഓക്കെ, ഓക്കെ താങ്ക് ഓക്കെ യു. സാർ. താങ്ക് യു. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ്. ഞാൻ തോമസ് ആണ് അല്ലേ? പറയൂ തോമസ്. ഞാൻ ആ തോമസ് കേൾക്കുന്നുണ്ട്, എന്താണോ ചോദിക്കൂ. 5 കൊല്ലം മുമ്പ് ഞാനൊരു ഷെയർ എടുത്തിരുന്നു. അപ്പം അത് ഇവിടെയുള്ള ഒരു ഏജൻസി ആയിരുന്നു, ഗാർഡിയൻ എന്ന് പറഞ്ഞൊരു ഏജൻസി. ഏത് ഷെയർ ആയിരുന്നു? സുന്ദരത്തിന്റെ ഒരു ഷെയറാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. സുന്ദരത്തിൻ്റെത് ഷെയർ ആവില്ല, മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും. മ്യൂച്വൽ ഫണ്ട്. എന്താണ് മ്യൂച്വൽ ഫണ്ടിന്റെ പേര്? ഞാൻ ഓർക്കില്ല, അത് ഓർത്തിട്ടോ നോക്കിയിട്ടോ എന്നെ. ഏജൻസി ക്ലോസ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, താങ്കൾ അടച്ച പൈസ ബാങ്കിൽ നിന്ന് പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അതെ, താങ്കൾക്ക് സ്റ്റേറ്റ്മെന്റും കിട്ടുന്നില്ലേ? സ്റ്റേറ്റ്മെന്റ് കിട്ടിയായിരുന്നു, പക്ഷെ ഇപ്പൊ അത് റിഡീം ചെയ്യാനായിട്ട് ഞാനിപ്പം എവിടെയാ അത് കോണ്ടാക്ട് ചെയ്യേണ്ടത്? ഞങ്ങളുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട നിർദ്ദേശോപദേശങ്ങൾ കിട്ടും. മലയിൽ നിങ്ങൾക്ക് ഓഫീസ് ഉണ്ടോ? ഓഫീസുണ്ട്, ഉണ്ടല്ലേ. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ദമൽ ഉണ്ടല്ലോ, അതിൻ്റെ ഓഫീസുള്ളതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ. ശരി. ഓക്കെ. അവിടെ പോയി കഴിഞ്ഞാൽ വേണ്ട സഹായം ചെയ്യും. പക്ഷേ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് കയ്യിലുണ്ടായിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, ഓക്കെ, ശരിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ, നമസ്കാരം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റസാഖ്, പറയൂ. റസാഖ് ഷംസുദ്ദീൻ ആളെ കേൾക്കുന്നുണ്ട്, പറയൂ. പാൻ കാർഡ് എന്താ പ്രശ്നം? പിന്നെ ബാങ്കില് നമ്മള് പൈസ മരവിപ്പിക്കുക അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എന്താ? പാൻ കാർഡ് NRE അക്കൗണ്ടിൽ, റെസിഡന്റ് NRO അക്കൗണ്ടിലൊക്കെ പാൻ കാർഡ് നമ്മൾ കൊടുത്തിരിക്കണം, ലിങ്ക് ചെയ്തിരിക്കണം. നമ്മള് പാൻ കാർഡ് ഉണ്ട്, പക്ഷെ അത് അവിടെ ബാങ്കിൽ കൊടുക്കണം നിർബന്ധമാണ്. അത് ശരി. അപ്പൊ അല്ല, റെസിഡന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ആധാറും നിർബന്ധമാണ്. NREക്ക് ആധാർ നിർബന്ധമല്ല, പാൻ കാർഡ് മാത്രമേ നിർബന്ധമുള്ളൂ. ചെയ്തില്ലെങ്കിൽ ചെയ്യണം. ഇപ്പൊ നാട്ടിൽ ചെന്നിട്ട് കൊടുത്താൽ മതിയാവുക? പോരാ, ഇപ്പോഴെ തന്നെ അയച്ചു കൊടുക്കണം. അത് ശരിയാ. അല്ലെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ട് സീസ് ചെയ്യും. അത് ശരിയാ. ഓക്കെ, ശരി. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ് സാർ. എന്റെ പേര് ജോൺസൺ. ജോൺസൺ എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്നാണ്. എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ ജോൺസൺ. അല്ല സാറേ, ഞാനിപ്പോ ഇവിടെ ഒരു 10-15 വർഷമായി ദുബായില്. ഓക്കെ. ഇതുവരെ ഒന്നും ഇല്ല സാറേ. നാട്ടിൽ പോവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊരു പ്ലാൻ എന്തെങ്കിലും ഒന്ന് പറയാനായിരുന്നു. പെട്ടെന്ന് ചെയ്യുക, ഇനിയും താമസം വരുത്തരുത്. കഴിയുന്ന വേഗത്തിൽ ഞങ്ങൾ ഓഫീസിൽ ചെല്ലുക, വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കിട്ടും. ശരി. അല്ല സാറേ, ഒരു 5-10 വർഷത്തെ എന്തെങ്കിലും പ്ലാൻ അങ്ങനെ ചെയ്യാലോ, അങ്ങനെ ചെയ്യാം. ഒന്നിച്ച് ഇപ്പൊ താങ്കൾ എന്തായാലും ഒന്നുമില്ല എന്ന് പറഞ്ഞാലും കുറച്ച് പൈസ ഒക്കെ NRE അക്കൗണ്ടിലൊക്കെ ഉണ്ടാവില്ലേ? അല്ല സാറേ, ബാങ്ക് ലോണാണേ. അതെ, ലോൺ അടക്കി പോവാന്നേ ഉള്ളൂ. അത് ശരി. അപ്പൊ നാട്ടിൽ പോയാൽ എങ്ങനെ ജീവിക്കുക, അതിനെ പറ്റി ആലോചിച്ചിട്ടില്ലേ? ആലോചിച്ചപ്പോഴാണ് സാറേ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം തോന്നിയത്. അതെ, പക്ഷെ വൈകിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഓഫീസിൽ ചെല്ലുക, വേണ്ട ഉപദേശം അവിടുന്ന് കിട്ടും. ഞാനും ഉണ്ടാവും ചിലപ്പോൾ. എന്നെ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫ് വേണ്ട ഹെൽപ്പ് ചെയ്യും കേട്ടോ. സാർ അവിടെ ഏത് സമയത്ത് സാറുള്ളത്? ഇന്ന് ഞാൻ 6 മണി വരെ ഉണ്ടാവും. ഓക്കെ, ശരി. ഹലോ, ഹലോ സാർ. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. തോംസൺ പറയൂ. തോംസൺ എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ, എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. ഒരു ചെറിയ ഡൗട്ട്. ഈ SIP നമ്മളിപ്പോ HDFC മിഡ് ക്യാപ്പിന്റെ ഒരെണ്ണം ഒരു 4-5 വർഷത്തിന് മുമ്പ് എടുത്തിരുന്നു. ഏതിന്റെ? HDFC മിഡ് ക്യാപ്പ്. ഓക്കെ. ഈ ബെറ്റർ ആയിട്ടുള്ള വേറെ ഏതാ ഉള്ളത് നമുക്ക്? അത് സ്ഥിരമായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാണ്. കാരണം ഇതിലൊക്കെ തന്നെ ചേർന്ന് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ വലിയ ഒരു ചേഞ്ച് കാണാൻ സാധിക്കില്ല. കാരണം എത്രത്തോളം കൂടുതൽ നമ്മൾ വെക്കുന്നു അപ്പോഴേ കൂടുതൽ അതിനുള്ള ബെനിഫിറ്റ് കാണുള്ളൂ. ഇത് കണ്ടിന്യൂ അത് കണ്ടിന്യൂ ചെയ്തോളൂ. നമ്മൾ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ബെറ്റർ എന്ന് പറയില്ല, അതുപോലെ തന്നെ ഉള്ളതാണ്. സുന്ദരം മിഡ് ക്യാപ്പ് നല്ലതാണ്. എത്ര ഫണ്ടാ ചെയ്യുന്ന? അത് 30 മന്ത്ലി പോകുന്നുണ്ട്. അതന്നെ. വേറെ ഏതെങ്കിലും ഫണ്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഫണ്ട് തന്നെയാണ്. വേണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വേറെ ഫണ്ട് നമുക്ക് ചെയ്യാം.
അത് ഈ ലംസം എമൗണ്ട് വൺ ടൈം ഉള്ള ഇൻവെസ്റ്റ്മെന്റും ഉണ്ടല്ലേ? ഈ എല്ലാ മ്യൂച്വൽ ഫണ്ടിലും ലംസമായിട്ട് ചെയ്യാം. നമ്മുടെ കയ്യിൽ പണം ലംസമായിട്ട് എടുക്കാനുണ്ടെങ്കിൽ ലംസമായിട്ട് തന്നെ ചെയ്യണം. കാരണം ബാങ്കിൽ കിടന്നാൽ 6%, 6.5% കിട്ടുന്ന സ്ഥാനത്ത് ഏറ്റവും ചുരുങ്ങിയത് ഇതിലെല്ലാം 12-12.5% കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും കഴിഞ്ഞ വർഷം ഈ 27% ആയിരുന്നല്ലോ ഈ HDFC മിഡ് ക്യാപ്പിന്റെ. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ എത്ര കൂടുതലാണ്. അതെ. അപ്പോൾ എന്തിനാ ബാങ്കിൽ പൈസ ഇട്ട് വെക്കണം? സുന്ദരമുണ്ട്. പിന്നെ ICICI പ്രൊഡൻഷ്യൽ ഡൈനാമിക് ഫണ്ടുണ്ട്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തൊരു 10 ഫണ്ട് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് പെർഫോമിംഗ്. കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സുന്ദരമാണോ ബെറ്റർ അല്ലേ? അതായത് ഒരു കയ്യിൽ ഒരു 10 പിടിച്ചു കഴിഞ്ഞാൽ 10 രൂപ ഉള്ളതെന്ന് പറയാനേ പറ്റുള്ളൂ. ഓരോന്നിനും അതിൻ്റേതായ ചില ഗുണങ്ങളുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ മിക്സഡ് ആയിട്ട് ചെയ്യലാണ് എപ്പോഴും നല്ലത്. ഏതെങ്കിലും ഒന്നിൽ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ 50,000 നമ്മൾ മന്ത്ലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 ചെയ്യുക. അപ്പോൾ എല്ലാ സമയത്തും ഒരു ഫണ്ട് ഒരുപോലെ പോവില്ല. ചില സമയത്ത് അത് കുറേ നന്നായി പെർഫോം ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ ഒന്ന് ഡൗൺ വരും. അപ്പോൾ വേറെ ഒന്ന് കൂടുതൽ മെച്ചപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 4-5 ഫണ്ടിലായിട്ട് ചെയ്യലാണ് നല്ലത്. 50,000 100,000 ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ബാബുവാണ്, ഖത്തറിന്ന് വിളിക്കുകയാണ്. പറയൂ. മിസ്റ്റർ ബാബു, ചോദിച്ചോളൂ. പണ്ടൊരിക്കലും നിങ്ങളിവിടെ ഖത്തറിൽ വന്നപ്പോൾ കണ്ടിരുന്നു, പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്തില്ല. ഓക്കെ. ഇപ്പൊ ഒന്ന് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. എന്താണ് അതിന്റെ? ഞാൻ ഖത്തറിൽ അതിന് ഓഫീസ് കാര്യങ്ങളോ വല്ലതും ഉണ്ട്? ഇല്ല, ഖത്തറിൽ ഓഫീസ് ഇല്ലെങ്കിലും ഖത്തറിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ UAE ഓഫീസ് മുഖേനയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. താങ്കൾ ചെയ്യേണ്ടത് kvshams@gmail.com എന്ന ഇതിലേക്ക് ഒരു മെയിൽ ചെയ്യുക. താങ്കളുടെ കയ്യിൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യുക. എൻ്റെ കയ്യിൽ പാൻ കാർഡുണ്ട്, എനിക്ക് മന്ത്ലി ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് ഒരു മെയിൽ അയച്ചാൽ അതിൻ്റെ വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ചെയ്യും. ഓക്കെ, പാൻ കാർഡ് ഉണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് സാർ ഇതിന്റെ ഇത് ആദ്യമായിട്ടാണ് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്? അതെ, താങ്കൾ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ്, അതായത് പാൻ കാർഡ് വേണം, പാസ്പോർട്ട് ഫോട്ടോ കോപ്പി വേണം, താങ്കളുടെ NRE അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം, 2 ഫോട്ടോ വേണം, ചെക്ക് ലീഫ് വേണം. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അതിന് ആവശ്യപ്പെടുക. അതുപോലെ മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ ഫോമും മറ്റുള്ള എല്ലാ കാര്യങ്ങളും താങ്കൾ എന്താണ് ആവശ്യപ്പെട്ടത് അതിനനുസരിച്ച് അയച്ചു തരും. അപ്പോൾ ഇതെല്ലാം കൂടി മന്ത്ലി അയക്കാൻ താങ്കൾക്ക് മന്ത്ലി ചെയ്യാനാണ് സൗകര്യമെങ്കിൽ മന്ത്ലി ചെയ്യാം. അതല്ല ഒന്നിച്ച് ചെയ്യാൻ ബാങ്കിൽ പൈസ ഉണ്ടെങ്കിൽ അതിൽ 6% പലിശയെ കിട്ടുള്ളൂ. അതേ സമയത്ത് ഇപ്പോൾ ഒരാൾ പറഞ്ഞില്ല, അദ്ദേഹത്തിന് 24% റിട്ടേൺ കിട്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ 4 ഇരട്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ ബാങ്കിൽ കിടക്കുന്ന പൈസ വൺ ടൈമായിട്ട് ലംസമായിട്ട് താങ്കൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു ലിമിറ്റും ഇല്ല, എത്ര കോടി വേണമെങ്കിലും ചെയ്യാം, ഒരു ലിമിറ്റും ഇല്ല കേട്ടോ. ഓക്കെ, താങ്കളുടെ സൗകര്യം പോലെ എത്ര വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ മെയിൽ അയക്കും. kvshams@gmail.com. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖ. അഹല്യ ഹോസ്പിറ്റൽ ജീവിതരേഖ തുടരുന്നു. വിളിക്കണേ നമ്പർ 0439141663. ഹലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ജീവിതരേഖ, പറയൂ. ഞാൻ ഖത്തറിൽ നിന്ന് പ്രദീപാണ്. പറയൂ പ്രദീപ്. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ പ്രദീപ്. സർ, ഞാനിപ്പോ ആക്ച്വലി HDFCയിലും പിന്നെ ടാറ്റയിലും പിന്നെ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. എന്താ ഫണ്ടിന്റെ പേരെന്താ? ടാറ്റ മ്യൂച്വൽ ഫണ്ട്. അതല്ല, ഒരു പേരുണ്ടാവും, അത് ജനറൽ ആയിട്ടുള്ള പേരാണ്. അതാണ് ഓർമ്മ വേണ്ടത്. ഏത് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ പേര് ശരിക്കും ഓർമ്മിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന സംശയം എന്ന് പറഞ്ഞാൽ സാറേ, ഈ നമ്മളിപ്പോ ഇടയിൽ വെച്ച് അത് പിന്നെ റെഡീം ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇത് ചെയ്യാൻ പറയുന്നത് നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഒരു വരുമാനം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് റെഡീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല.
അത് ശരി. അപ്പോൾ കഴിയുന്നത്ര ഇപ്പോൾ ഒരു സുഹൃത്ത് ഇപ്പോൾ വിളിച്ചു പറഞ്ഞില്ലേ, അദ്ദേഹം ഇപ്പോഴാണ് നാട്ടിൽ പോകുമ്പോഴാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന്. നമ്മൾ ആ പോകുന്ന സമയത്ത് ഒരുങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഉള്ള കാലത്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 25 ലക്ഷം റുപ്യ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എൻ്റെ ചെലവിന് മാസം 1% വേണം എന്നാവശ്യപ്പെട്ടാൽ നമുക്ക് 25,000 റുപ്യ മന്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെറിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, അതേ സമയത്ത് ജീവിക്കാനുള്ളൊരു വരുമാനം നമുക്കാവുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കണം നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതുകൂടാണ്ട് ഈ ഫ്രാങ്ക്ലിന്റെ പിന്നെ ഗ്രോത്ത് ഫണ്ടിലും ചേർന്നിട്ടുണ്ട്. അതെല്ലാം നല്ല ഫണ്ടാണ്, നല്ല ഫണ്ടാണ്. ഞങ്ങളുടെ ഓഫീസ് മുഖേന ചെയ്തതാണെങ്കിൽ എല്ലാം നല്ലതേ ഞങ്ങൾ നിർദ്ദേശിക്കാറുള്ളൂ. ഞാൻ നിങ്ങളുടെ കാസർഗോഡ് ഓഫീസ് വെച്ചാണ് ചെയ്തത്. അതെന്തായാലും അവിടെയും അവർ നല്ലതേ പറയുള്ളൂ. നല്ലതല്ലാതെ പറഞ്ഞിട്ട് നമുക്കൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. പിന്നെ ചിലപ്പോഴും നിർഭാഗ്യവശാൽ ചില ഫണ്ടുകൾ പ്രതീക്ഷിക്കുന്ന അത്ര പെർഫോം ചെയ്യാതെ വന്നേക്കും, അങ്ങനെയും സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത് നല്ലതായിരിക്കാനാണ് സാധ്യത. ടോട്ടലി 3 ഫണ്ടിലായിട്ട് ടോട്ടൽ 15,000 രൂപ ഒരു മാസം ചെയ്യുന്നുണ്ട്. അപ്പൊ ഖത്തറിൽ ജീവിച്ചിട്ട് 15 ചെയ്താൽ പോരാ, 25 ആക്കി മാറ്റണം. എന്നായിട്ട് സംസാരിച്ചില്ലേ? സ്റ്റാർട്ടിംഗ് ആണ് സാർ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ പൈസ കയ്യിലുണ്ടാവുമായിരുന്നു? ഇല്ല, അത് എനിക്ക് ബോധ്യമായി ചേർന്ന ശേഷമാണ്. അതെ, അപ്പോ ഇനിയും ഒരു 10,000 കൂടെ ചേരാൻ ഉദ്ദേശിച്ചാൽ അതും നടക്കും. അത് അടുത്ത പ്രാവശ്യം നാട്ടിൽ പോയിട്ട് ചെയ്യാന്ന് വെച്ചാൽ അത് ഇവിടുന്ന് ചെയ്യാലോ, ഞങ്ങൾ ചെയ്തു തരുമല്ലോ. അതെയോ? അപ്പോ നിങ്ങളെ ഷാർജ ഓഫീസിൽ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അതെ, അപ്പൊ അവിടെ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ സാർ, ഓക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ടൈം ഈസ് മണി എന്നാ പറയാ, സമയം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ബൈ. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ അശോകൻ, ഖത്തറിൽ. പറയൂ. സാറിനായിട്ടൊന്ന് സംസാരിക്കണായിരുന്നു. ആരാണ്? അശോകൻ. അശോകൻ, എന്താണ് അറിയേണ്ടത് ചോദിച്ചോളൂ. സാറിന്റെ ഓഫീസ് നമ്മുടെ ചാവക്കാട്, വാടാനപ്പള്ളി അങ്ങനെയുള്ളടത്തുണ്ടോ? വാടാനപ്പള്ളിയിൽ ഓഫീസുണ്ട്. അല്ല, എനിക്ക് ഇത് കേരളം ആഗ്രഹമുണ്ടായിരുന്നു. ഖത്തറിലാണെങ്കിൽ ഷാർജയിൽ നിന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യും. ഞങ്ങൾ UAE ഓഫീസ് വേണ്ട സഹായം ചെയ്യും. താങ്കൾ ഒരു ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ അടുത്ത് പോകും നാട്ടിലോട്ട്. അപ്പൊ അവിടെ എത്ര മാസം കഴിഞ്ഞിട്ടാ പോകുന്ന? ഞാനിവിടുന്ന് ജൂലൈയില്. അതിനു മുമ്പ്, കാരണം ഞാനിത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് കാത്തിരിക്കില്ല. അതുകൊണ്ട് ഒരു ദിവസം നേരത്തെ ചെയ്താൽ അത്രയും നല്ലതാണ്. അതുകൊണ്ട് KV ഷംസ്, അതെ, KV ഷംസ്, അതിന്റെ ഫോട്ടോ എടുത്താൽ മതി. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ അയക്കാൻ പറഞ്ഞാൽ മതി. അതെ, അവിടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ കിട്ടുമല്ലോ. അതെ, അതുപോലെ തന്നെ ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും വരുത്തുക. അതേ സമയത്ത് kvshams@gmail.com ഒരു മെയിലും അയക്കുക. ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ അയക്കുമ്പോഴേക്ക് താങ്കൾക്ക് അതൊക്കെ അവിടെ കിട്ടും. ഓക്കെ, ഉണ്ട്. ജിയോജിത്തിന്റെ ഓഫീസുണ്ട്, ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ്. ഞാൻ ദുബായിൽ നിന്ന് ഷോർട്ട് വിളിക്കുന്നു സാറേ. ഇപ്പൊ പുതിയ നല്ല ഫണ്ട് ഏതാണെന്ന് പറഞ്ഞുതരാമോ? പുതിയ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകം പറയാനില്ല. പെർഫോം ചെയ്യുന്ന ഫണ്ടുകളാണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ഫണ്ടുകൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. താങ്കൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അതിലെ ഏറ്റവും നല്ല ഫണ്ടുകളായിരിക്കും താങ്കൾക്ക് പറഞ്ഞു തരിക. ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് ശരിയ ഫണ്ടാണത്. അതെ, വേറെ രീതിയിലേക്ക് മാറാൻ ചേട്ടാ. ഓക്കെ, അപ്പോൾ എന്തായാലും അതിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ തന്നെ ഏതെങ്കിലും ഫണ്ടിലേക്ക് മാറുകയാണെങ്കിൽ സ്വിച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ റെഡീം ചെയ്തിട്ടേ മാറ്റാൻ സാധിക്കുള്ളൂ. അതെ, ഓക്കെ സാർ. അപ്പോൾ ഓഫീസായിട്ട് ബന്ധപ്പെടുക കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ സാർ. ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഉമ്മർ എന്നാണ്.
ഉമർ എവിടുന്നാ വിളിക്കുന്ന ഉമർ? ദുബായിൽ നിന്നാ വിളിക്കുന്നത് സാറേ. ഉമറിന് എന്താ അറിയേണ്ടത്? എനിക്കിപ്പോ ഒരു 10-62 വയസ്സോളായി. ആഹാ. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വീട് വെച്ചില്ലേ? വീടൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ കെട്ടിച്ചില്ല? കുട്ടികളൊക്കെ കെട്ടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ താങ്കളും താങ്കളുടെ ഭാര്യയും ഒന്ന് ജീവിക്കാനുള്ള വക വേണം. അതെ അതെ. അതിനെന്താ ഉള്ളത്? എല്ലാവരും ആയിട്ട് അല്ല, കുട്ടികളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷെ സമ്പാദ്യമൊന്നുമില്ല. അതെ. അപ്പോ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ജീവിക്കുകയാണെങ്കിൽ എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലല്ലേ? അതെ അതെ. എവിടെ? വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി. ഒരു 20,000 ഉറുപ്പ്യ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. 20,000 ഉറുപ്പ്യ താങ്കൾക്ക് മന്ത്ലി കിട്ടണമെങ്കിൽ 20 ലക്ഷം ഉറുപ്പ്യയുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും വേണം. 20 ലക്ഷം ഉറുപ്പ്യ. അതെ. എന്നാൽ 20,000 ഉറുപ്പ്യ കിട്ടും. അത് ഇനിയിപ്പോ എത്ര വർഷം കഴിഞ്ഞിട്ടാ പോവുക? ഇല്ല, ഞാനിപ്പോ ചിലപ്പോ അടുത്ത് തന്നെ പോവാനുള്ള പരിപാടിയാണ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ജീവിക്കാനുള്ള വക കയ്യിൽ വെക്കുക. എന്നിട്ട് ചുരുങ്ങിയത് 20 ലക്ഷം ഉറുപ്പ്യെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ജീവിക്കാനുള്ള ഒരു മന്ത്ലി ഇൻകം ഒരു വർഷം കഴിഞ്ഞാൽ താങ്കൾക്ക് കിട്ടുന്ന സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. ഒരു വർഷത്തിന് ശേഷം? അതെ. അല്ലെങ്കിൽ ആ കിട്ടുന്ന പൈസക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും. ശരി. അതിനുള്ള സംവിധാനമൊക്കെ നമ്മൾ ഉണ്ടാക്കി തരാം. അതിനുവേണ്ട ഉപദേശങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കിട്ടും. അതെ. അത് ഇതിലിങ്ങനെ മ്യൂച്വലാണോ? മ്യൂച്വൽ ഫണ്ടില് അങ്ങനെയുള്ളത് കിട്ടുള്ളൂ. ബാങ്കിലിട്ടാൽ 6% കിട്ടൂ. ഇപ്പൊ നേരത്തെ ഒരാൾ വിളിച്ചു പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് 24% കിട്ടുന്നു എന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ അത്രയൊന്നും വാഗ്ദാനം ചെയ്യാറില്ല. പക്ഷെ എന്നാലും താങ്കൾക്ക് ജീവിക്കാനുള്ള വക കിട്ടാവുന്ന സാഹചര്യം എന്തായാലും ഉണ്ടാവും എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും. നമ്മുടെ കാലശേഷം അത് ആരാണോ നോമിനേറ്റ് വെക്കുന്നു അവർക്ക് കിട്ടും. അവർക്ക് എടുക്കാം. താങ്കൾ നോമിനി ആരെ കൊടുക്കുന്നു അവർക്ക് കിട്ടും. അതാ അപ്പൊ ഈ 20 ലക്ഷം തന്നെയാണോ കിട്ടുക സാറേ? അതിൽ കൂടുതലായിട്ടുണ്ട്, കൂടുതൽ കിട്ടും. ശരി, കൂടുതൽ കിട്ടും. കാരണം നമ്മളിപ്പോ ഉറങ്ങാൻ നേരത്താണ് കട്ടിൽ അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിനും ബാലൻസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പറ്റിയത്. എന്തോ ആവട്ടെ, എല്ലാറ്റിനും ഒരു സമയമുണ്ടല്ലോ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഉമർ. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ശ്രോതാക്കളെ ഇത്ര നേരം സംസാരിച്ചത് ശ്രീ കെ വി ഷംസുദ്ദീനാണ്. അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ 05064678001 64678001 അല്ലെങ്കിൽ 05014555598 14555598 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. kvshams@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. പ്രധാനമായിട്ട് പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രോഗ്രാമും അതുപോലെ ഞാൻ നടത്തുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നാട്ടിൽ കുടുംബങ്ങൾക്ക് വേണ്ടി നടത്തിയുള്ള പ്രോഗ്രാമുണ്ട്. അത് നിങ്ങൾ കുടുംബങ്ങൾ കൊണ്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവരിലും സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ജീവിതരേഖ ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനകം പ്രധാന വാർത്തകൾ കേൾക്കാം.